തമിഴകത്ത് 2 ദിവസമായി നിലനിന്നിരുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് ഒരു വിരാമമായിരിക്കുകയാണ്. ടി.വി.കെക്ക് വി.സി.കെയുടെ പിന്തുണ, അതായത് പൂർണ്ണ പിന്തുണ അവർ പ്രഖ്യാപിച്ചതോടെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ്. വി.സി.കെയുടെ പിന്തുണയോടെ 118 MLA-മാരുടെ പിന്തുണ ഇപ്പോൾ ടി.വി.കെക്ക്, അതായത് തമിഴകം മെട്രിക് കഴകത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷമായ പകുതി സീറ്റുകൾ തികയ്ക്കാൻ വിജയ് പാടുപെടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭൂരിപക്ഷം ഉറപ്പാക്കിയതോടെ തമിഴ്നാട്ടിൽ ആദ്യമായി ഒരു സഖ്യകക്ഷി സർക്കാർ അധികാരത്തിൽ ഏറാൻ പോവുകയാണ്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള വഴികളാണ് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുന്നത്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. വിടുതലെ തിരുത്തകൾ കക്ഷി തങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് തമിഴക വെട്രിക്കഴകത്തിന് കൈമാറിയിരിക്കുകയാണ്. വി.സി.കെയുടെ 2 നിർണായക സീറ്റുകൾ കൂടി ലഭിച്ചതോടെ ടി.വി.കെ നയിക്കുന്ന സഖ്യത്തിന്റെ ആകെ ബലം 118 ഉയർന്നു. 234 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ട മാന്ത്രിക സംഖ്യയാണിത്. കോൺഗ്രസിന്റെ 5 അംഗങ്ങളും ഇടത് പാർട്ടികളുടെ 4 അംഗങ്ങളും ഉൾപ്പെടെ 116 MLA-മാരുടെ പിന്തുണ വിജയ് നയിക്കുന്ന സഖ്യത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം വി.സി.കെയുടെ 2 സീറ്റുകൾ കൂടി ചേർന്നതോടെ സഖ്യത്തിന്റെ ആകെ ബലം 118 ഉയർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായ കൃത്യം സഖ്യയാണിത്. ഇടത് പാർട്ടികൾ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ചില നിബന്ധനകളോടെയാണ് കോൺഗ്രസ് പിന്തുണ നൽകിയത്. ഇടത് പാർട്ടികൾ വിജയുടെ മന്ത്രിസഭയിൽ ചേരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നതായാണ് സൂചന. അതേസമയം AIADMKയിലെ 3 MLA-മാർ നേതൃത്വവുമായി തെറ്റി നിൽക്കുകയാണെന്നും അവർ ടി.വി.കെയിൽ ചേർന്നേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഭൂരിപക്ഷമുണ്ടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബോധ്യപ്പെടുത്താൻ വിജയ് പലതവണ രാജ്ഭവൻ സന്ദർശിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്തതിനാൽ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചില്ല എന്ന് ഗവർണറുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. 118 MLA-മാരുടെ പിന്തുണ വ്യക്തമാക്കുന്ന കത്തുകൾ ഹാജരാക്കണമെന്ന് ഗവർണർ നിർബന്ധം പിടിച്ചതായാണ് സൂചന. ഈ തർക്കങ്ങൾക്കെല്ലാം ഇടയാക്കിയത് ഒരു അവ്യക്തപരമായ ഒരു കാര്യമായിരുന്നു. അതായത് വി.സി.കെ സഖ്യത്തിന്റെ ഭാഗമാണോ എന്നത്. വി.സി.കെ പരസ്പര വിരുദ്ധമായ സൂചനകളാണ് നൽകിക്കൊണ്ടിരുന്നത്. പിന്തുണയുടെ കാര്യത്തിൽ വ്യക്തത ഇല്ലാതിരുന്നത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തെ അനിശ്ചിതത്വത്തിലാക്കി. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വാർത്ത ടി.വി.കെ തന്നെയാണ്. വെറും 2 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട പാർട്ടി ഈ കൊല്ലം നടന്ന തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടിയ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്നിരിക്കുകയാണ്. ദ്രാവിഡ വമ്പന്മാരായ DMK-യും AIADMK-യും 62 വർഷമായി തമിഴ്നാട് ഭരണത്തിൽ പുലർത്തിയിരുന്ന ആധിപത്യത്തിനാണ് വിജയ് ഇതോടെ ഒരു അന്ത്യം കുറിച്ചത്. വിജയ് മത്സരിച്ച 2 സീറ്റുകളിലും വിജയിച്ചതോടെ നിലവിൽ ടി.വി.കെക്ക് 107 MLA-മാരാണുള്ളത്. തിരഞ്ഞെടുപ്പിൽ DMK 59 സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ AIADMK-ക്ക് 47 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. കോൺഗ്രസ് 5 സീറ്റും PMK 4 സീറ്റും നേടി. വി.സി.കെ, AIML, CPI, CPM എന്നിവർ 2 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP, DMDK, AMMK എന്നിവർ ഓരോ സീറ്റിലുമാണ് വിജയിച്ചത്. ഇനിയിപ്പോൾ കോൺഗ്രസ് ടി.വി.കെയുടെ ഒപ്പം കൈകൊടുത്തപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണ പിൻവലിക്കും. അങ്ങനെ പിൻവലിച്ചാൽ വിജയുടെ അംഗബലം കുറയും, അതായത് ആ മന്ത്രിസഭയുടെ അംഗബലം കുറയും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഗവർണർ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ബലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല.